വോട്ട് ചോരി പ്രതിഷേധത്തിൽ രാജ്യ തലസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. അവഗണിച്ച് മുഖം തിരിച്ചിരുന്നാൽ ആവിയായി പോകുന്നതല്ല രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണമെന്ന് സർക്കാരിന് ഒരുപക്ഷെ ഇന്ന് മനസ്സിലായിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് ഇന്ത്യ സഖ്യം എംപിമാരുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. മോദിയെ ചോർ ചോർ എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് മണിക്കൂറുകളോളം തെരുവിൽ നിരന്നത് ഇന്ത്യ സഖ്യത്തിലെ 300ഓളം എംപിമാരാണ്. രാഹുൽ ഗാന്ധി അടക്കം എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന്റെ കമ്പക്കെട്ടുകൾ വരും ദിവസവും കത്തിപ്പടരും എന്നുറപ്പാണ്. ഇതിനിടെ കോൺഗ്രസ് നിലപാടിനെതിരെ രംഗത്തെത്തിയ കർണാടക മന്ത്രി KN രാജണ്ണയുടെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങി. സംഭവബഹുലമായിരുന്നു ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം. വിശദമായി തന്നെ നോക്കാം. ആദ്യം RDX റാബ്. മോദി ചോർ ഹേ, വോട്ട് ചോരി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. വോട്ടുകൊള്ള എന്ന മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ സഖ്യം എംപിമാർ പ്രകടനമായി എത്തി. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാനുള്ള എംപിമാരുടെ ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു. നേതാക്കളും പോലീസുമായി ഉന്തും തള്ളും. എംപിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇത് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മാർച്ചിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കൂടിക്കാഴ്ച നടത്താനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടെ കോൺഗ്രസ് നിലപാട് തള്ളി കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണ എത്തിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. ക്രമക്കേട് കോൺഗ്രസ് കാലത്താണ് നടന്നതെന്ന പരാമർശം നടത്തിയ മന്ത്രിയുടെ രാജി കോൺഗ്രസ് ചോദിച്ചു വാങ്ങി. RDX റാബ് ന്യൂസ് മലയാളം. ഇന്ത്യ സഖ്യം നടത്തിയത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കൃത്രിമമില്ലാത്ത വോട്ടർ പട്ടിക രാജ്യത്തിന് വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है. कॉन्स्टिट्यूशन को बचाने की लड़ाई है. वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए. ഡൽഹിയിലെ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറിയിരുന്നു. പ്രധാന പ്രതിപക്ഷ നേതാക്കളെ എല്ലാം സമരത്തിൽ അണിനിരത്താനായി തൃണമൂൽ പാർട്ടി, ആം ആദ്മി പാർട്ടി നേതാക്കളെയും സമരത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു. ഡൽഹിയിലെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് 300ഓളം എംപിമാരാണ്. ഇന്ത്യ സഖ്യം എംപിമാർക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ അത്താഴ വിരുന്ന് ഇന്നുണ്ട്. വിരുന്ന് സംഘടിപ്പിക്കുക ഡൽഹി ചാണക്യപുരിയിലെ ഹോട്ടൽ താജ് പാലസിലാണ്. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾക്ക് വിരുന്നൊരുക്കി രാഹുൽ ഗാന്ധിയും പങ്കെടുത്തത് ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള 25 പാർട്ടികളിലെ പ്രതിനിധികളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച ഒരുക്കിയത് ഇന്ത്യ സഖ്യത്തിലെ 300ഓളം എംപിമാരാണ്. കൂടിക്കാഴ്ചയ്ക്കുള്ള എംപിമാരുടെ എണ്ണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയത് 30 എംപിമാരുമായി കൂടിക്കാഴ്ചയ്ക്കാണ്. അതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കുകയായിരുന്നു എംപിമാർ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉരുണ്ടുകളിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിലും ചെയ്യുന്നത്. രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ ഒരുങ്ങുന്നില്ല. രാജ്യവ്യാപകമായി സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. votechori.in എന്ന പേരിൽ പ്രത്യേക വെബ്സൈറ്റ് തുറന്നു. വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാം. വെബ്സൈറ്റിൽ മഹാദേവപുര വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ ലഭ്യമാണ്. കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കി കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണ ഇതിനിടെ രംഗത്തെത്തി. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസ് ഭരണകാലത്താണ് എന്നാണ് KN രാജണ്ണ പറഞ്ഞത്. അന്ന് കാര്യമായ പരിശോധന നടത്താതെ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് രാജണ്ണ പറഞ്ഞു. രാജണ്ണയുടെ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും ഇപ്പോൾ ആലോചനയുണ്ട്. വോട്ടുകൊള്ള പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിച്ചു. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രാജ്യസഭയും ലോക്സഭയും 2 മണി വരെ നിർത്തിവെച്ചു. വരും ദിവസങ്ങളിലും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സനീഷ്, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മട്ടിൽ തന്നെ ഏതാണ്ട് കത്തിക്കാളുന്ന ഒരു രംഗമാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ സഖ്യവുമായി മറ്റ് പരിപാടികളിലെല്ലാം തുടർന്ന് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന പാർട്ടികൾ പോലും ഇപ്പോൾ ഈ സമരവുമായി സഹകരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സഖ്യത്തിന് പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സംശയം എന്നത് പൊതുവെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്ന സംശയമാണ്. ആ സംശയത്തിന് ഊന്നൽ നൽകുന്ന തെളിവുകളുമായി രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. എന്ത് തോന്നുന്നു?
അതെ, നിശ്ചയമായിട്ടും ഹർഷനി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗൗരവം കൂടുതലായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മണ്ഡലത്തിലെ മാത്രം കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം ഇപ്പോൾ ഭരിക്കുന്ന സകല മേഖലകളിലേക്കും അവരുടെ ആധിപത്യ ശ്രമത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷം വിചാരിക്കുന്ന ഈ ഭരണകൂടത്തിന് വഴങ്ങുകയാണ്. അത് വലിയ അപകടത്തിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുവന്ന് ചെന്നെത്തിക്കും എന്നൊരു ധാരണ കൊണ്ട് ആളുകൾ ആ നിലക്ക് വളരെ ഗൗരവത്തോടെ കാണുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അത് പറഞ്ഞിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതായത് മാധ്യമങ്ങൾ, നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന മാധ്യമങ്ങൾ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ സംബന്ധിച്ച് NDTVയുടെ വെബ്സൈറ്റിലുള്ള ഒരു വാർത്ത വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടു: വിഷ്വൽസ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് സൈറ്റ് ഔട്ട്സൈഡ് ദ പാർലമെന്റ് ബിൽഡിംഗ് ഷോഡ് എ സ്മോൾ ആർമി ഓഫ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പാർട്ടി വർക്കേഴ്സ്, മെനി വേവിംഗ് പ്ലക്കാർഡ്സ്, ഷൗട്ടിംഗ് സ്ലോഗൻസ് ആൻഡ് പുഷിംഗ് ബാക്ക് അഗൈൻസ്റ്റ് പോലീസ് ബാരിക്കേഡ്സ്. 300 MP. ഞാൻ വീണ്ടും സംശയത്തോടെ വീണ്ടും വായിച്ചു. പക്ഷേ സ്മോൾ ആർമി ഓഫ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പാർട്ടി വർക്കേഴ്സിനാണ് അവർ വിഷ്വൽസ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് സൈറ്റ് ഔട്ട്സൈഡ് ദ പാർലമെന്റ് ബിൽഡിംഗ്. അവർ പുറത്തേക്ക് നോക്കുമ്പോൾ, മാധ്യമങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്മോൾ ആർമി ആൾക്കാരെയാണ് കാണുന്നത്. പക്ഷേ 300 MP എന്ന് വെച്ചാൽ ചില്ലറക്കാരാണോ? ഈ രാജ്യത്തെ അത്രമാത്രം പ്രദേശങ്ങളിലെ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു ആൾക്കൂട്ടത്തെയല്ലേ യഥാർത്ഥത്തിൽ കാണുന്നത്. മാധ്യമങ്ങൾ 300 പേരെ കണ്ടാൽ തന്നെ ആ സ്ഥലത്തൊരു വലിയ ആൾക്കൂട്ടമാണ്, സ്മോൾ ആർമി അല്ല. 300 ആളുകൾ MP-മാർ പ്രതിനിധാനം ചെയ്യുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് ഓർത്താൽ ഈ രാജ്യത്തിന്റെ പകുതിയോളം വരില്ലേ അത്. ഈ ബാരിക്കേഡ് ചാടി കിടക്കാൻ ശ്രമിച്ചവർ MP-മാരാണ്. അപ്പോൾ എന്നിട്ട് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കൂടെ വേണം ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നത്തെ അവർക്ക് മുന്നിലേക്ക് വെക്കാൻ. ഇത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് BJP പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി പിന്തുണക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്നൊരു രാഷ്ട്രീയ സംഭവമാണ് ഡൽഹിയിലും പുറത്തുമായിട്ട് നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, ഞാനിത് പലതും വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്നത് ലോകത്തിന് തന്നെ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അതിന് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ബ്രിട്ടൻ തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചിട്ട്, ബ്രിട്ടൻ എന്ന വലിയ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചിട്ട് 100 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത്. 100 കൊല്ലം തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് 1932. അമേരിക്കയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1789 വലിയ ദീർഘമായിട്ടുള്ള പാരമ്പര്യമുണ്ടല്ലോ അവർക്ക്. 1789 പക്ഷേ സ്ത്രീകൾക്ക് 1920 മാത്രമാണ് ഈ പറയുന്ന വോട്ടവകാശം കിട്ടിയത്. ആ രാഷ്ട്രം ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. ഫ്രാൻസിൽ 1944 മാത്രമാണ് വോട്ടവകാശം സ്ത്രീകൾക്ക് കിട്ടിയത്. ഇറ്റലിയിൽ 1945 മാത്രമാണ്. സ്വിറ്റ്സർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് 1971 മാത്രമാണ്. ഓസ്ട്രേലിയ അബോറിജിൻസിന് എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും അബോറിജിൻസിനും അവിടുത്തെ 1967 മാത്രമാണ് അവിടെ ഈ പറയുന്ന വോട്ടവകാശം കിട്ടിയത്. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനയുടെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെയും പ്രസക്തി എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. ഞാൻ ഈ പറഞ്ഞ ഈ ഡാറ്റയുണ്ടല്ലോ, ഇത് വെച്ചിട്ട് 1951 ഇന്ത്യ മഹാരാജ്യം രൂപീകൃതമായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കും ഈ ദളിത് വിഭാഗം അടക്കമുള്ള ആളുകൾക്കും വോട്ടുണ്ട്. അതായത് ഏത് മനുഷ്യർക്കും ഒരു വോട്ട്, ഒരാൾക്കൊരു വോട്ട് എന്ന സംവിധാനം ഈ മഹാരാജ്യം ഉണ്ടായിട്ട് അതും ഏതുതരം കാലമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു രാജ്യം അപ്പാകെ വെട്ടിമുറിക്കപ്പെട്ടിട്ട് കോടിക്കണക്കിന് ആളുകൾ മരണത്തിന് വിധേയരായിട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് നമ്മുടെ ബുദ്ധിജീവികൾ അടക്കമുള്ള ആളുകൾക്ക് 100,000 പണികൾ വേറെ ഉണ്ടായിരിക്കെ ഇത്രമാത്രം വലിയ സാങ്കേതിക സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഇല്ലാത്ത കാലത്ത് 1951 ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് നടന്നപ്പോൾ ഇവിടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് വോട്ടുണ്ടായിരുന്നു, ഏറ്റവും ഈ സ്ത്രീകൾക്ക് വോട്ടുണ്ടായിരുന്നു. ഉണ്ടായിട്ട് 100 വർഷത്തിന് ശേഷം മാത്രം സ്ത്രീകൾക്ക് വോട്ട് കിട്ടിയ മഹാരാജ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ മഹത്തായ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ഭാരതം ഈ ആളുകൾക്ക് സമഗ്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അവിടെ നിന്നാണ് ഹർഷൻ നമ്മളെന്താ കാണുന്നത്? ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എത്ര പേർക്കാണ് വോട്ടവകാശം പോകുന്നത്? 65 ലക്ഷം വോട്ടർമാർ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 65 ലക്ഷം വോട്ടർമാർ. അവർ പറയുന്നത് അത് ആളില്ല എന്നാണ്. 65 ലക്ഷം വോട്ടർമാരിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 27,000 വീതം വെച്ചാണ് ഈ ആളുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. 22 ലക്ഷം വോട്ടർമാർ മരിച്ചുപോയി, 36 ലക്ഷം പേര് സ്ഥിരമായി നാട് വിട്ടു, 7 ലക്ഷം പേര് വേറെ വോട്ട് ചേർത്തു, വേറെ സ്ഥലത്ത് വോട്ട് ചേർത്തു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഹറിബറിയായിട്ട് നടത്തിയ പ്രോസസ്സിനൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവരെ ഈ ഡിലീറ്റ് ചെയ്ത് 65 ലക്ഷം പേരെ എന്നത് പറയില്ല കാരണം എന്നാണ് കോടതിയോട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മുന്നിലാണല്ലോ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഹറിബറിയായിട്ട് ആളുകൾ പോയത്. ബീഹാറിൽ വലിയൊരു ഭാഗത്ത് വലിയ മൺസൂൺ വന്നിട്ട് ഫ്ലഡഡ് അവസ്ഥയായിരിക്കുന്ന സമയത്താണ് ഈ പ്രോസസ്സിലേക്ക് പോയത്. അപ്പോൾ ആരായിരിക്കും ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട 65 ലക്ഷം പേരിൽ ബഹുഭൂരിപക്ഷവും എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ദളിതരും വളരെ സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. അതിന് കണക്കുകളും വന്ന് വരുന്നുണ്ട്. അപ്പോൾ
1951 നമ്മുടെ ഈ മഹാരാജ്യം ഉണ്ടായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പറയുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരെ അടക്കം ഇതിനകത്തേക്ക് കൊണ്ടുവരണം, അവരുടെ വോട്ട് മാറ്റേഴ്സ് ആണ് എന്ന് തീരുമാനിച്ചൊരു മഹാരാജ്യം ഇത്രയും കാലങ്ങൾക്ക് ശേഷം 65 ലക്ഷം പേരെ മതിയായ കാരണം പറയാതെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസന്റ് ചെയ്ത ഈ കർണാടകയിലെ ഒരു ബൂത്തിലെ കാര്യം മാത്രമല്ല, ബീഹാറിൽ നടക്കുന്ന പ്രോസസ്സിലെ ക്ലാരിറ്റി ഇല്ലായ്മ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന ഈ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ സംവിധാനത്തിൻ്റെ ഈ ഗരിമ നിലനിർത്തണം എന്ന രാജ്യത്തിൻ്റെ ആകെ ആവശ്യമാണ് ഈ ആളുകൾ, ഈ MP-മാർ അവിടെ ചെന്ന് സമരം നടന്നത്. അതുകൊണ്ടാണ് അഖിലേഷ് യാദവിനെ പോലൊരു നേതാവ് നമ്മൾ മുൻപ് കാണാത്ത വിധം ഈ ബാരിക്കേഡ് കടന്ന് ചാടിപ്പോകുന്നത്. നമ്മുടെ നാട്ടിലെ MP-മാരടക്കം രാഷ്ട്രീയ വ്യത്യാസം മറന്നിട്ട് പ്രതിപക്ഷത്ത് നിന്ന് വലിയ മുദ്രാവാക്യം വിളികൾ മുഴക്കുന്നത്. അതിനെയാണ് ആൾക്കൂട്ടം, ഈ മാധ്യമങ്ങൾ, ഈ പറയുന്ന മാധ്യമങ്ങൾ ഇത് എ സ്മോൾ ആർമി ഓഫ് പൊളിറ്റീഷ്യൻസ് എന്ന് മാത്രം കാണുന്നത്. നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നത് ഞാൻ പറയുന്നത് നമ്മൾ മാത്രമല്ല, RDX മാത്രമല്ല, ന്യൂസ് മലയാളം മാത്രമല്ല, ഈ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളും, ഞാൻ പറയുന്നു BJP-ക്കാരായിട്ട് ഉള്ള എന്നാൽ രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ നോക്കുന്ന ആളുകളടക്കം ഇതൊരു നിർണായകമായ മൊമെൻ്റാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ എന്ന വിചാരമുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഗൗരവം അതിനുണ്ട്. റൈറ്റ്. ഇതിനകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏത് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവും ഇത്തരം ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വിഷയങ്ങൾ അതിൽ വരും. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്ന്, കൃത്യമായ കണക്കുകൾ. ഇപ്പോൾ ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ കണക്കുകൾ വെച്ചിട്ടുണ്ട്, കൃത്യമായ രേഖകൾ വെച്ചിട്ടുണ്ട്, തെളിവുകൾ വെച്ചിട്ടുണ്ട്. അത് പരത്തി വിശദീകരിക്കുമ്പോൾ ചില പരാമർശങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ചില പരാമർശങ്ങളും പ്രയോഗങ്ങളും ഒക്കെ വരും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJP-യും ഒക്കെ പ്രതികരിക്കുന്നത് ഈ പരാമർശങ്ങളോടും പ്രയോഗങ്ങളോടുമാണ്. അതിനപ്പുറത്ത് കൊണ്ടുവച്ച തെളിവുകളോട് ഒന്നും പറയാനില്ല. അതായത് അത് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. മറുപടി വേണ്ടത് ഈ കൊണ്ടുവച്ച തെളിവുകൾ അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, അതിന് കാരണം ഇതാണ് എന്ന മറുപടിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരേണ്ടത്. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. മാത്രമല്ല, ഇത് വരുന്ന ചില പ്രതികരണങ്ങളിൽ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ അല്ല, അത് നമ്മുടെ വോട്ടർ പട്ടിക അല്ല, അല്ലെങ്കിൽ അത് തെളിവ് സഹിതം കൃത്യമായി എന്തുകൊണ്ട് ഇത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക അല്ല എന്നുള്ളത് പറയണം. മാത്രമല്ല, എന്തുകൊണ്ട് അവരുടെ വോട്ടർ പട്ടിക അങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇല്ലാതെ പോയി, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ സനീഷ് നേരത്തെ വിശദീകരിച്ചതുപോലെ ഇത്ര ഉദാരമായ ഒരു പ്രക്രിയയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഈ രാജ്യത്ത് നടക്കുന്നതെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഈ പബ്ലിക് ഡൊമൈനിൽ ഈ വോട്ടർ പട്ടിക വേണമല്ലോ, എല്ലാവർക്കും സുതാര്യത വേണമല്ലോ. അത് എന്താണ്, അവർക്കൊരു ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു ഇതുപോലെ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയം പ്രതിപക്ഷ പാർട്ടിക്കോ ഏതെങ്കിലും ഒരു പൗരന് തന്നെയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോയി പരിശോധിക്കാൻ തക്കവണ്ണം ഇത് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ പല ആവർത്തി പറഞ്ഞാണ്, ഈ ആരോപണം ഉണ്ടായ ഘട്ടം മുതൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു തരത്തിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ അട്ടിമറി നടന്നിട്ടുണ്ടോ ഈ ആളുകളുടെ, അതായത് ഇപ്പം നടന്നിട്ടുള്ള തരത്തിലുള്ള ഒരു പരിശോധന നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. ആരെങ്കിലും ഒരു പക്ഷേ ആ നിലയ്ക്ക് സംശയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോ വ്യക്തിയോ ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് തയ്യാറാകുമെന്നറിയും. ഇതിപ്പം 40 പേർ 6 മാസം ഇരുന്ന് പരിശോധിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ കണക്ക് തയ്യാറാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന ഇനി എങ്ങാനും നടന്നാൽ പോലും അത് തെളിവ് സഹിതം, അന്തിമമായ തെളിവ് സഹിതം കണ്ടെത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുക എന്നുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ ആരോപിക്കേണ്ടി വരും. മാത്രമല്ല, ഇത് ഈ വോട്ട് ചോരി എന്നുള്ളത് അത് ഈ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ആ നിലയ്ക്ക് മറുപടി പറയേണ്ട വിഷയമാണ്. ആ അട്ടിമറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പങ്കാളിത്തമുണ്ട് എന്നുള്ള ഒരു ആരോപണത്തിൽ അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഇക്കാര്യത്തിൽ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സ്വതന്ത്ര ഇന്ത്യ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കൊണ്ട് നേടിയ ഏറ്റവും ഘനമുള്ളതും അമൂല്യവുമായ ഈടുവയ്പ് ഈ രാജ്യത്ത് നടക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ മഹത്തായ ജനാധിപത്യ പ്രക്രിയയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ശക്തിയും സുതാര്യതയും സംശയത്തിലാക്കുന്ന യാതൊന്നും നമുക്ക് വെച്ചു പൊറുപ്പിക്കാനാകില്ല. കാരണം ഒരു അപകടം വന്ന് ഈ മഹാരാജ്യത്തിൻ്റെ ജൈവചേതനയുടെ ആത്മാവിൽ തൊടുമ്പോലെയാണത്. രാജ്യത്തിലെ ഡൽഹിയിലെ നിർവാചൻ സദനിൽ ഇരിക്കുന്നവരെ സംശയദൃഷ്ടിയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത്. അപകടം മുനമ്പിലാണോ സാഹചര്യത്തിലാണോ രാജ്യമെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ആശങ്കപ്പെടുകയാണ്. ആ ആശങ്ക ഒടുങ്ങിയേ മതിയാകൂ. ആത്മാവിൽ ഭയപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രത്തിനും തുടരാനാവില്ല. വിശദവും സുതാര്യവുമായ അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നാണ് രാജ്യത്തിന് അറിയാനുള്ളത്. വിഷയത്തിൽ പ്രധാനമന്ത്രിയും മൗനവാത്മീകത്തിലാണ്. ഈ ഘട്ടത്തിൽ പ്രജാപതിയും മഹാമൗനം രാജ്യത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണെന്നും RDX കരുതുന്നു. അടുത്ത വിഷയത്തിലേക്ക്.